വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ PSC പരീക്ഷകളിലും 5ഉം 6ഉം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ചാപ്റ്ററിൻ്റെ പേര് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നാണ്. ഈ ഒരു ഭാഗം സിലബസിൽ എല്ലാ എക്സാമിനെയും സിലബസിൽ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് SCERT എന്നാണ് പറയുന്നത്, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും പഴയ SCERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും PSC ആവർത്തിക്കുന്ന SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നാണ്. ഫസ്റ്റ് തന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കോട്സ് നൽകിയിട്ടുണ്ട്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വരികൾ തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിക്കാമല്ലേ. അപ്പോൾ ടാഗോറിൻ്റെ വരികളാണ്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും എന്ന് പറയുന്ന വരികൾ ടാഗോറിൻ്റെ വരികളാണ്. അപ്പോൾ ടാഗോർ 1941 നടത്തിയ നിരീക്ഷണമാണ് ഈ പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഒരു ദിവസം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നത് ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കുമെന്ന് ആര് പറയുന്നു? ടാഗോർ പറയുന്ന സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാം കേട്ടോ, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതിൽ വെല്ലുവിളികൾ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. അപ്പോൾ ഒന്നാമത്തെ വെല്ലുവിളിയാണ് എന്ത്? വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും. അപ്പോൾ എന്താണ് അഭയാർത്ഥി പ്രവാഹം എന്ന് വെച്ചാൽ എന്താണ്? മുകളിൽ നോക്കിയ ചിത്രങ്ങൾ കാണാം അല്ലേ. കുടുംബാംഗങ്ങളോടൊപ്പം പാണ്ടക്കെട്ടുകളും തലയിലേറ്റി നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളുടെ ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ. വിഭജനകാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? പാകിസ്ഥാനിൽ നിന്ന് വിഭജന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ച സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ഒക്കെ ആളുകൾ പലായനം ചെയ്യുകയാണല്ലേ. ഇതോടൊപ്പം അത് വർഗീയ ലഹളയ്ക്കും ഇത് കാരണമായിട്ടുണ്ടായിരുന്നു. കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂഷിതമായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങളെയാണ് പറയുന്നത്? കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ എന്ന് പറയുന്നത് രക്തരൂഷിതമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വതന്ത്രാനന്തര ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ വിഭജനത്തെ തുടർന്നിട്ട് എല്ലാവരും പലായനം ചെയ്യുകയാണല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് വർഗീയ ലഹളയ്ക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. കയ്യിലൊന്നുമില്ലാതെ പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അഭയാർത്ഥികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ നമ്മളുടെ സ്വതന്ത്രാനന്തരയിൽ കുറേ ഈ വിഭജനങ്ങളൊക്കെ നടത്താണല്ലേ. അപ്പോൾ അതുവഴി ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്, കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്ന് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ആരെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചിട്ട് നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്?
ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചില്ലേ, ഗാന്ധിജി മരിച്ചതെന്നാണ് 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് മരിക്കുന്നത്. ആരാണ് വെടിവെച്ചത്? നാഥുറാം വിനായക് ഗോഡ്സെയാണ് അദ്ദേഹത്തെ വെടിവെക്കുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഈ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എങ്ങനെയാണ്? ഇതിൽ നിന്ന് പ്രശ്നമല്ലേ, ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരമായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഇവരുടെ കീഴിലെ ഇവരുടെ നിയന്ത്രണത്തിലുള്ള വേറെയും നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കുവാനുള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതായത് നമ്മൾ വിഭജനം കറക്റ്റായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന വിഭജനം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുറച്ച് നാട്ടുരാജ്യങ്ങളെ അവർ സ്വതന്ത്രമാക്കി വിടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് കൈമാറാണ് ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിനായിട്ട് ആരിടപെടുന്നത്? VP മേനോനൊക്കെ ഇടപെടുന്നതിൽ നമുക്ക് നോക്കാം. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. അപ്പോൾ അഭയാർത്ഥി പ്രവാഹം നമ്മൾ പറഞ്ഞൊരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്. ഇത് ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല ആ ഒരു സമയത്ത് കേന്ദ്രമന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിയമിച്ചത് ആരെയായിരുന്നു? VP മേനോനെ ആയിരുന്നു. അപ്പോൾ VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും ഇമ്പോർട്ടൻ്റ് ആണ്ടോ, പഠിച്ചു വയ്ക്കാം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ കൈമാറണം. നമുക്കറിയാലേ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്, അതായത് കേന്ദ്രത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ അതൊക്കെ ആ നിയന്ത്രണമൊക്കെ നാട്ടുരാജ്യങ്ങൾ ആർക്ക് കൈമാറണം? കേന്ദ്ര സർക്കാരിനെ കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. അപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഇന്ത്യൻ യൂണിയനിൽ ചേരാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ യൂണിയനിൽ ആ ഒരു സമയത്ത് ചേരാത്ത രാജ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവ നാട്ടുരാജ്യങ്ങളാണ് ഈ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചത്. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. ഈ ഒരു വാക്കും പഠിച്ചു വെക്കണുണ്ടോ? കാരണം കഴിഞ്ഞ ഇയറിലാന്ന് തോന്നുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അനുരഞ്ജനത്തിലൂടെയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും. ഈ ഒരു ചാപ്റ്ററിൽ എല്ലാവരെയും ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ക്ലാസ് കാണാം. അതുപോലെ തന്നെ പഠിക്കാതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ, ഒന്നും കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. സ്വതന്ത്രപ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പോൾ എന്താണ് പറയുന്നത്? സ്വതന്ത്രപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു അല്ലേ? ഈ പ്രദേശങ്ങളിൽ ഇവിടെയൊക്കെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രാൻസ് അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. അതിനുശേഷം പോർച്ചുഗൽ ഈ പ്രദേശങ്ങളൊക്കെ തിരിച്ചു നൽകുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രദേശങ്ങളെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണല്ലേ. നോക്കിയേ, ഈ ഒരു
ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഇതിലെല്ലാ ഒരു വരികളും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഞാൻ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ അടുത്ത് പറയുന്നത്. ഓക്കെ, ഫ്രാൻസ് എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശമാണ്. അധിനിവേശ പ്രദേശമല്ലാത്തതെന്ന് ചോദിച്ചിട്ട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ഇത് ചേർക്കപ്പെട്ട വർഷം 1954 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ഇനി പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ ദിയു. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അപ്പോൾ ഫ്രാൻസിൻ്റെ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം 1954 യൂണിയനിൽ ചേർക്കപ്പെട്ടു. പോർച്ചുഗലിൻ്റെ ഗോവ, ദാമൻ ദിയു 1961 ചേർക്കപ്പെട്ടു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി വിഭജനം സിനിമയിൽ ഈ ഇന്ത്യൻ വിഭജനം എന്ന് പറയുന്നത് പല സംവിധായകരും സിനിമയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋതിക് ഘട്ടക്കിൻ്റെ മേഘേദാക്കധാര. അപ്പോൾ മേഘേദാക്കധാര ആരുടെയാണ്? ഋതിക് ഘട്ടക്കിനെയാണ് മേഘേദാക്കധാര. അതുപോലെ ഗരം ഹവ എന്ന് പറയുന്നത് MS സത്യുവിൻ്റെയാണ് ഗരം ഹവ. ഗോവിന്ദ് നിഹലാനിയുടെ തമസ്. അപ്പോൾ തമസ് ആരുടെയാണ്? ഗോവിന്ദ് നിഹലാനിയുടെയാണ് തമസ്. അതുപോലെ ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെയാണ്? പമേല റുക്സിൻ്റെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഋതിക് ഘട്ടക്കിൻ്റെയാണ് മേഘേദാക്കധാര ഋതിക് ഘട്ടക്. അതുപോലെ തന്നെ ഗരം ഹവ എന്ന് പറയുന്നത് MS സത്യു. ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റുക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. ഇനി നമുക്കറിയാം VP മേനോനെ കുറിച്ചിട്ട് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. VP മേനോനെ കുറിച്ചിട്ട് ഇവിടെ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ ഒരു വരി തന്നെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഒറ്റപ്പാലത്ത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഭാഗമാണല്ലേ അദ്ദേഹം ജനിച്ചതൊക്കെ. അപ്പോൾ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് VP മേനോൻ ജനിച്ചത്. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്കാർക്കായിരുന്നു? VP മേനോനാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്സിലെ ഇതായിട്ട് നിയമിക്കുന്നത്. VP മേനോനെയായിരുന്നു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. അതും പഠിച്ചു വെക്കണം. 1952 ഒറീസയിൽ ഗവർണറായിട്ട് VP മേനോൻ ചുമതലയേൽക്കുന്നത്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നങ്ങളുടെ കർത്താവും കൂടിയാണ് VP മേനോൻ. ചോദിക്കാറുണ്ട് കേട്ടോ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? VP മേനോനാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തെരഞ്ഞെടുപ്പും ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാ പേരും വരികളും ചോദിക്കാറുണ്ട്. എന്നാലും ഞാൻ പറയുന്നുണ്ട് ഓരോ വരികൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട വരികളാണ് കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് 1946 അതിന് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയായിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായിട്ട് BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? BR അംബേദ്കറാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഒന്ന് എന്തായിരുന്നു? സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? 1946. അതുപോലെ തന്നെ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ ആണ്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. 1950 ജനുവരി 26
സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ എന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-ന് എന്ത് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഇയറാണ് അല്ലേ, ഒരു ദിവസമാണ് എന്ന് പറയുന്നത് നവംബർ 26 എന്ന് പറയുന്നത്. നവംബർ 26-നാണല്ലേ ദേശീയ നിയമദിനം അല്ലെങ്കിൽ ദേശീയ ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26-നാണ്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പബ്ലിക് ആയതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും 1950 ജനുവരി 26-നാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പ്രശ്നം വരാണ്ടോ, ഏതാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. നമ്മൾ ആദ്യം നേരുന്നു പറഞ്ഞത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പറഞ്ഞു, അഭയാർത്ഥി പ്രവാഹം പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. ഭരണഘടനാനുസൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലായിരുന്നു. അപ്പോൾ ചോദിക്കാം ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു? 1951-52 കാലയളവിലായിരുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വതന്ത്രം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായിട്ട് നിലകൊള്ളുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. അധ്യക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ BR അംബേദ്കർ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഭരണഘടനയുടെ തലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഭരണഘടനയുടെ തലവൻ എന്ന് പറയുന്ന ആരാണ്? പ്രസിഡന്റ് ആണല്ലേ. ഭരണഘടന ശില്പി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ടമൊക്കെ നൽകിയിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നെക്സ്റ്റ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അപ്പോൾ അടുത്ത പ്രശ്നം വരാണല്ലേ, എന്താണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഈ ഒരു ഭാഗത്തു നിന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നമുക്കറിയാം ഭാഷാടിസ്ഥാനവുമായിട്ട് ഫസ്റ്റ് ലലീനെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും കഴിഞ്ഞ 4 ലാസ്റ്റ് ഗ്രേഡിൻ്റെ കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഫസ്റ്റ് ലലി എന്ന് പറയുന്നത് ആളെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ ഈ ഭാഷാടിസ്ഥാനത്തിൽ എന്താണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ റിവൈസ് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകും അതൊക്കെ. ഓക്കെ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാം ചർച്ച ചെയ്തു. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്തെ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതായത് ഒരു നാട്ടുരാജ്യത്ത് പല വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്ത് തീരുമാനിക്കുന്നത്? ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സ്വതന്ത്രാനന്തരം അപ്പോൾ ചോദിക്കാട്ടോ 1920 നാഗ്പൂർ സമ്മേളനം പഠിച്ചിരിക്കുക. 1920 നാഗ്പൂർ സമ്മേളനം. സ്വതന്ത്രാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര അല്ലേ, നമുക്കറിയാം ആന്ധ്ര സംസ്ഥാനം എന്ന് പറയുന്നത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ടാണെന്ന ആവശ്യവുമായി സ്വതന്ത്ര സമര സേനാനിയായിരുന്ന പോട്ടി ശ്രീരാമുലു നിരാഹാര സമരം തുടങ്ങി. പോട്ടി ശ്രീരാമുലു നൽകിയിട്ടുണ്ട്. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം എന്നാണ് രൂപീകരിച്ചത്? 1953 തെലുങ്ക് സംസാരിക്കുന്നവരായിട്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കുന്നത്.
ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. ആരായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്? ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. അതുപോലെ തന്നെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? HN ഖുസ്രു, മലയാളിയായ സർദാർ KM പണിക്കരും എന്നിവയായിരുന്നു മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസൽ അലി എന്ന് പറയുന്നത് അധ്യക്ഷനാണ്, ചോദിച്ചിട്ടുണ്ട്. ഫസൽ അലി എന്ന് പറയുന്നത് അധ്യക്ഷനാണ്. അതുപോലെ തന്നെ സർദാർ KM പണിക്കരും ചോദിക്കും. മലയാളിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള അംഗം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരാണെന്ന് ചോദിക്കും. KM പണിക്കരാണ്. അപ്പോൾ അതുപോലെ തന്നെ HN ഖുസ്രുവും ഈ അംഗമായിരുന്നു അല്ലേ, ഇതിലെ അംഗമായിരുന്നു. അപ്പോൾ 3 പേര് പഠിച്ചേക്കാം. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഖുസ്രു. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പോൾ 1953 ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു. പഠിച്ചു വയ്ക്കുക, ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1956 ഈ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. അതിനുശേഷമാണ് ഈ ആന്ധ്രാപ്രദേശ് മുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. 14 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചോദിക്കാലോ, ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. പൊതുമേഖലയ്ക്കാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകിയത്. പൊതുമേഖലയ്ക്കാണ്. ഓക്കെ, മിശ്ര സമ്പദ് വ്യവസ്ഥ ഏതിനാണ് പ്രാധാന്യം നൽകിയത്? പൊതുമേഖലയ്ക്കാണ്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വതന്ത്ര സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം അവിടെ ചർച്ച ചെയ്യാനല്ലേ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. അപ്പോൾ സാമ്പത്തിക ആസൂത്രണം എവിടെ നിന്നാണ് കൈക്കൊണ്ടത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതികൾ എടുത്തത് എവിടെയായിരുന്നു? സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. സാമ്പത്തിക പുരോഗതിക്കായിട്ട് ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 എന്ത് വന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് പറയുന്നുണ്ട്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. TT കൃഷ്ണനാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളായിരുന്നു. ചോദിക്കാട്ടോ. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹമായിരുന്നു, നെഹ്റുവാണ്, അതായത് പ്രധാനമന്ത്രിയാണ് ഈ ആസൂത്രണ കമ്മീഷനിലെ ചെയർമാൻ ആകുന്നത്. പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ ചെയർമാൻ. വൈസ് ചെയർമാൻ ആയിരുന്നു? ഗുൽസാരിലാൽ നന്ദിയായിരുന്നു. TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖൊക്കെ അംഗങ്ങളായിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളെയാണെന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. എന്നാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം? 1951 തുടക്കം കുറിച്ചത് പഞ്ചവത്സര പദ്ധതികൾക്ക്. കാർഷിക വ്യവസായ മേഖല പുഷ്ടിപ്പെടുവാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജ ഉൽപ്പാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ
രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിച്ചു. ഇനി നെക്സ്റ്റ് അറിയാലേ, നമുക്ക് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, വ്യവസായശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബിലായിക്ക് സഹായം നൽകിയ രാഷ്ട്രം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ബിലായി സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പോൾ ബിലായി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ്. ഒഡീഷയിലാണ് അല്ലേ, റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ് റൂർക്കേല. ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് അല്ലേ, ബ്രിട്ടനാണ് സഹായം നൽകിയത്. ബിലായി എവിടെയാണ്? ബിലായി ഛത്തീസ്ഗഡിലാണ് അല്ലേ, ബിലായി ഛത്തീസ്ഗഡിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചു. കൃഷിക്ക് ആവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. അതായത് അണക്കെട്ടുകൾ അവിടെ പ്രധാന പങ്കുവഹിക്കുകയാണ്. കാരണം കൃഷിക്ക് ആവശ്യമായിട്ടും വ്യവസായങ്ങൾക്ക് ആവശ്യമായ ജലമൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി ഇതാണ്, ബക്രാനങ്കൽ പദ്ധതിയാണ്. ഇതും ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ പദ്ധതി. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചു. അപ്പോൾ എന്താണ്, ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. എന്നാണ്? 1952 ഒക്ടോബർ 2 ജന്മദിനം ഗാന്ധിജിയുടെ. അപ്പോൾ അന്നാണ് എന്ത് തുടക്കം കുറിക്കുന്നത്? 55 പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. 1990 ആയപ്പോൾ സ്വകാര്യ മേഖലയ്ക്കായി പിന്നീട് പ്രാധാന്യം. എഞ്ചിനീയറിംഗ്, കാർഷിക ഗവേഷണം, ടൂറിസം, ആസൂത്രണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സാധ്യതകൾ ഇന്ന് നിലവിലുണ്ട് അല്ലേ. ഓക്കെ, ഇനി ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ അന്ന് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ഏതൊക്കെയായിരുന്നു? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? H.J. ബാബയാണ്. ഹോമി ജഹാംഗീർ ബാബയും S.N. ഭട്നാഗറുമാണ്. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷൻ എന്നിവ. അപ്പോൾ ശാസ്ത്ര വ്യാവസായിക കമ്മീഷന് ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയുണ്ടോ. ഹോമിജി എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയാം? ഹോമി ജഹാംഗീർ ബാബയും, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? S.N. ഭട്നാഗർ അല്ലേ. ഹോമിജിയും അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബയും അല്ലെങ്കിൽ S.N. ഭട്നാഗറുമാണ്. അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷൻ എന്നിവർക്കും നേതൃത്വം നൽകിയത് ആരാണ്? ഹോമിജിയാണ് അല്ലേ. ഹോമി ജഹാംഗീർ ബാബയാണ്. അപ്പോൾ ഹോമി ജഹാംഗീർ ബാബയുടെയും S.N. ഭട്നാഗറിൻ്റെയും പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായിട്ടുണ്ട്. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിതമായി. IIT 1954 64 ഇടയ്ക്കാണ് അതൊക്കെ സ്ഥാപിക്കുന്നത്. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. എല്ലാത്തിലും പാശ്ചാത്യ രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിതമായത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജീവസാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജ്ജം എന്നീ മേഖലകളിലും ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇനി ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ചോദിക്കാറുണ്ട് കേട്ടോ. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചത് എന്നാണ്? 1962 ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കുന്നത്. 1962 ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ വിക്രം സാരാഭായിയുമാണ് ഉണ്ടായിരുന്നത്. ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായിയുടെ ഫലമായിട്ടാണ് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കുന്നത്. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായിയും കൂടിയിട്ടാണ്. 1962 സ്ഥാപിക്കുന്നത്. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി. അതായത് ISRO രൂപീകരിക്കുന്നത്. ചോദിക്കാം. 1969 ISRO രൂപീകരിക്കുന്നത്. 1969 തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ചോദിക്കാം. ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പയിലാണ്. തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു? ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചത് 1962 ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ വിക്രം സാരാഭായിയാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ISRO രൂപീകൃതമായത് 1969 അതുപോലെ തന്നെ എവിടെയാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്നത്? തുമ്പയിലാണ് അല്ലേ? തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമഫലമായിട്ട് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ഉപഗ്രഹം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ആര്യഭട്ടയാണ്. എന്നാണ് വിക്ഷേപിച്ചതെന്നാണ്? 1975 1975 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും നേടിയെടുക്കുവാനും വിക്ഷേപിക്കുവാനും ഒക്കെ കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടിയുടെ മൂല്യമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുത്തത്. അതിനുള്ള കുറേ ഏജൻസികളുണ്ട്. ഏതൊക്കെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ ചോദിക്കാം. അഗ്നിപൃഥ്വി എന്നിവയാണ് ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ. അഗ്നിപൃഥ്വി എന്തുട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന്. മിസൈലുകളാണ് കേട്ടോ. മിസൈലുകളാണ് അഗ്നിപൃഥ്വി എന്ന് പറയുന്നത്. ഡോക്ടർ രാജ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? APJ അബ്ദുൽ കലാം അല്ലേ? APJ അബ്ദുൽ കലാമും ഡോക്ടർ രാജ രാമണ്ണയുമാണ്. ഓക്കെ, ഇനി വിക്രം സാരാഭായി ആരാണെന്ന് നോക്കാം. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരേപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. അപ്പോൾ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തെ, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം എന്നിവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകിയത്. അപ്പോൾ അദ്ദേഹം ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലൊക്കെ നിറയെ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളായിരുന്നു അല്ലേ? അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്സ് പ്രൊഫസറൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ വാർത്താവിനിമയ കേന്ദ്രത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് വിക്രം സാരാഭായിയാണ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനാരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിച്ചു. ഏതൊക്കെയാണ്? SSLV-3 PSLV ഒക്കെ വികസിപ്പിച്ചത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്.
ചാന്ദ്രയാൻ മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാലേ, ചന്ദ്രദൗത്യമാണ് ഈ ചന്ദ്രയാൻ എന്ന് പറയുന്നത്, ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 2008 ഒക്ടോബറിലാണ് തുടക്കം കുറിക്കുന്നത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടക അത് മംഗൾയാനാണ്. അപ്പം ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ, അതുപോലെ തന്നെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ എസ് കോത്താരിയിലെ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരിയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്. രാഷ്ട്രപുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായിട്ട് ഗവൺമെൻറ് പല ഘട്ടങ്ങളിലുള്ള വിവിധ കമ്മീഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നത്. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലെ ആ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ലക്ഷ്യം. ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ശുപാർശകൾ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നു. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യം. ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം. നെക്സ്റ്റ്, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ഇതിലൂടെയാണ്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയായിരുന്നു ഈ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യം. 1952 കമ്മീഷൻ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇതൊക്കെയാണ് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ത്രിഭാഷാ പദ്ധതി ചോദിക്കാറുണ്ട് കേട്ടോ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. നെക്സ്റ്റ് ആണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 1964 ഡോക്ടർ DS കോത്താരി കമ്മീഷൻ നിലയിൽ വന്നത്. 1964 എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമായിരുന്നു ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം 1964 വന്ന ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ ഏതൊക്കെയാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 10+2+3 മാതൃക കോത്താരി കമ്മീഷനെയാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു 1948 വന്നത്. സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു പ്രധാന ലക്ഷ്യം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 വന്നു. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചായിരുന്നു. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിന് ദേശീയ മാതൃക 10+2+3 എന്ന് പറയുന്ന മാതൃക ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെയാണ്. ഇനി എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകൃതമായത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകൃതമായത്. 1986
പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുവാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ദേശീയ വിദ്യാഭ്യാസ നയം 1986 വന്നത്. അതിൽ പറയുന്നതാണല്ലേ, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുവാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനായിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി നടപ്പിലാക്കണം. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്, നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ചോദിക്കാറുണ്ട് കേട്ടോ, ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം, മൗലാന അബ്ദുൽ കലാം ആസാദ്. അതുപോലെ തന്നെ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിനെയാണ്. അദ്ദേഹം ആരായിരുന്നു? വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഓക്കെ, വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പുതിയ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന രണ്ടെണ്ണമായിരുന്നു. അത് രണ്ടും കൂടി സംയോജിപ്പിച്ചിട്ട് ഇപ്പോൾ എന്താണ്? സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നാണ് പേര്. ഇനി സാംസ്കാരിക നേട്ടങ്ങൾ. സ്വതന്ത്രാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിൽ വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വതന്ത്രാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ന്യൂഡൽഹി ആയിരുന്നു അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 1979 എന്താ സ്ഥാപനത്തിൻ്റെ പേര്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. 1979 രൂപീകരിച്ചു. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായിട്ട് വിവിധ സാംസ്കാരിക വിനിമയത്തിലുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ? സംഗീത നാടക അക്കാദമി, ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നിവ എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. സംഗീത നാടക അക്കാദമിയാണ് അല്ലേ. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് വരുന്നത്. നെക്സ്റ്റ് ലളിതകലാ അക്കാദമിയാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ലളിതകലാ അക്കാദമി ബാക്കിയുള്ളതൊക്കെ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ കറക്റ്റ് കിട്ടും. ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതാണ്. ന്യൂഡൽഹിയാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ പ്രധാനമായും പഠിച്ചു വെക്കേണ്ടത് ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണ്? വിദേശ നയം അല്ലേ. വിദേശ നയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളതെന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗം നൽകിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് ഈ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ചത് ഏത് ആണ്?
ഏതാണ്? ഇന്ത്യൻ നാഷണൽ INC രൂപപ്പെടുത്തിയ വിദേശ നയമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് പഠിച്ചു വയ്ക്കുക, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ടോ. ഇതിൽ ഏതൊക്കെയാണ് ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞിട്ട് തെറ്റായ പ്രസ്താവനകളൊക്കെ നൽകാൻ ചാൻസ് ഉണ്ട്. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥകളോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. എന്തൊക്കെയാണ് പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഏതൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. അപ്പോൾ ഇതിലേതാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയുമായി ബന്ധപ്പെട്ടുള്ള കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ആരാണ് ഇത് ഒപ്പിട്ടതാരാണ്? ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗവൻലായുമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. 1954 ചൈനയുമായിട്ട് ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം തന്നെയായിരുന്നു. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ, പഠിച്ചു വയ്ക്കുക. രാജ്യത്തിൻ്റെ എന്തൊക്കെയാണ് ഈ പഞ്ചശീല തത്വങ്ങളിൽ പറയുന്നത്? രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ 1954 ചൈനയുമായിട്ട് ഇന്ത്യ കരാറിൽ ഒപ്പുവിടുന്നത്. ചൈനീസ് മന്ത്രിയായിട്ടുള്ള ചൗവൻലാലുമായും ജവഹർലാൽ നെഹ്റുവാണ്. ഇവർ രണ്ടാളും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. എല്ലാ രാജ്യങ്ങളോടുള്ള സമീപനമാണ് ഈ പഞ്ചശീല തത്വങ്ങളിൽ പറയുന്നത്. രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനത്തിനെ മുൻ പാഠഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ചേരിചേര നയത്തിൻ്റെ രൂപീകരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായിട്ട് ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരി തെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏതൊക്കെ വെല്ലുവിളികൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്? അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങളിലെ സംയോജനവും പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഭരണഘടനയും പൊതു തെരഞ്ഞെടുപ്പും, ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന, സാമ്പത്തിക നയം, ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസവും സാംസ്കാരികവും, അതുപോലെ തന്നെ എന്താണ് വിദേശ നയം പറഞ്ഞു അല്ലേ. അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ടെന്നാണ് പറഞ്ഞത്. ലയന കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലും EP മേനോനുമാണ് അംഗമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഭരണഘടനയും പൊതു തെരഞ്ഞെടുപ്പും 1950 ജനുവരി 26 ആദ്യമായിട്ട് നടക്കുന്നത്. ഭരണഘടന നിലവിൽ വന്നത്. എന്നാൽ 1951 പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. രാജേന്ദ്ര പ്രസാദാണ് സ്ഥിരം പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന, സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ ഫസൽ അലി ആയിരുന്നു കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. അംഗമായിരുന്ന HN ഖുസ്രു സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ മലയാളിയായിരുന്നു. അതുപോലെ പ്ലാനിംഗ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും പറഞ്ഞു. പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി 1951 രൂപീകരിച്ചത് എന്നും പറഞ്ഞു. ഇനി ഗവേഷണ സ്ഥാപനങ്ങൾ ബഹിരാകാശ രംഗവുമായി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. 1962 ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്. 1969 ISRO നിലവിൽ വന്നത്. വിക്രം സാരാഭായി ആയിരുന്നു അല്ലേ.
ഇനി രാധാകൃഷ്ണ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം പറഞ്ഞില്ലേ 1986 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത്. ഇനി സംഗീത നാടക അക്കാദമി, ലളിത അക്കാദമി, സാഹിത്യ അക്കാദമിയുടെയൊക്കെ ആസ്ഥാനം ന്യൂഡൽഹിയാണെന്ന് പറഞ്ഞു. ലളിത അക്കാദമി എന്ന് പറയുന്നത് കേരളത്തിലും കലയിലേക്കുള്ള ഇന്ത്യയിലും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കലകളുടെ പ്രചാരണമായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. വിദേശ നയവുമായി ബന്ധപ്പെട്ട് ചിരിചേരായ്മയും പഞ്ചശീല തത്വങ്ങൾ 1952 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചതെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ വരികളും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.